വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആള് പിന്നെ നിന്നെ വിളിച്ചിരുന്നോടാ? തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന വിശ്വക്ക് നേരെ നോക്കി മുരുകൻ ആകാംക്ഷയോടെ ചോദിച്ചു. വിശ്വ അവനെ നോക്കാതെ തന്നെ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു. അവന്റെ മങ്ങിയ മുഖവും തൂങ്ങിപ്പിടിച്ചുള്ള ആ ഇരുത്തവും കാണുമ്പോൾ മുരുകനും വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷെ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത വിധ ഒരു പ്രതിസന്ധിയാണ് അവനുള്ളതെന്നോർക്കെ ആ സങ്കടപ്പാടെ ഏറ്റെടുക്കുകയും അത് അതിന്റെ അതേ തീവ്രതയോട് അനുഭവിക്കുകയും ചെയ്യാൻ മാത്രമേ മുരുകന് മുന്നിൽ പിന്നെ ഒരു വഴിയുള്ളൂ. അവനത് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു കാര്യത്തിലേക്ക് വിശ്വ ഇറങ്ങാൻ അനുവദിക്കരുതായിരുന്നു എപ്പോഴത്തെയും പോലെ മനപ്രയാസത്തോടെ മുരുകൻ അപ്പോഴൊക്കെയും ചിന്തിക്കുന്നുമുണ്ട്. ഉച്ച കഴിഞ്ഞ മുതൽ വിശ്വമിത്രയുടെ വിളി പ്രതീക്ഷിക്കുന്നുണ്ട്. അവൾ സ്കൂട്ടിയുമായി പോകുന്നവൻ കണ്ടതുമാണ്. എബി അവൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും. തന്റെ മനസ്സിലുള്ള അതുപോലെ തന്നെ എബിനോട് അവൾക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വ വിശ്വസിക്കുന്നുണ്ട്. എബിൻ എന്ന പ്രതിസന്ധി ഇനിയും താങ്ങിക്കൊണ്ട് നടക്കാൻ വയ്യുന്ന പോലെ ഒരു ഉറപ്പ്. അതുവരെയുള്ളതിനെ കുറിച്ചൊന്നും വിശ്വക്കും ആശങ്കയില്ല. എന്ത് തന്നെയായാലും മിത്ര അതിനെക്കുറിച്ച് സംസാരിച്ച് അവർ തമ്മിലൊരു ധാരണയിൽ എത്തിയിരിക്കും. പക്ഷെ അതിനുശേഷമുള്ളതിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവന് യാതൊരു ഇരിക്കപ്പുറതി ഇല്ലാത്തത്. എബിയെ കണ്ടതിന് ശേഷം ഞാൻ വിഷയം വിളിക്കും, അപ്പോൾ വന്നേക്കണം, എനിക്ക് വിഷയോടും സംസാരിക്കാനുണ്ട്. ഒട്ടൊരു പതർച്ചയോടെയാണെങ്കിലും തലേന്ന് രാത്രി അവൾ തന്നോട് പറഞ്ഞിട്ട് പോയ ആ വാക്കുകൾ, ആ സംസാരിക്കാനുള്ള എന്താണെന്ന് ഏറെക്കുറെ ഊഹമുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ മുതൽ അവനൊരു പരവേശമുണ്ട്. രാവിലെ കുസുമത്തിന്റെ വിളി കൂടിയായതോടെ അത് പൂർത്തിയാവുകയും ചെയ്തതാണ്. അവരെ ആശ്വസിപ്പിച്ചു വിട്ടെങ്കിലും അപ്പോൾ മുതൽ അവന്റെ മനസ്സിൽ കാരണമില്ലാത്തൊരു ആശങ്കയും ഭയവും ഒക്കെയുണ്ട്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ മുരുകൻ അത് അവനിൽ നിന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ആശ്വസിപ്പിക്കാൻ അവന്റെ മുന്നിൽ വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുരുകൻ അതിന് ശ്രമിച്ചതുമില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്ന വിശ്വാ. കുറച്ചേറെ നേരമായിട്ടും അവന്റെ ഇരിപ്പിനും ഭാവത്തിനും മാറ്റമൊന്നുമില്ലെന്ന് കണ്ടതും മുരുകൻ വേദനയോടെ പറഞ്ഞു. ഒന്നുമില്ല, ഓർത്തിട്ട് എനിക്കൊരു അറ്റം കിട്ടുന്നില്ല, അങ്ങനെ ഇരുന്നു പോയതാ. തനിക്കൊന്നുമില്ലെന്ന് മുരുകൻ മുന്നിൽ ഭാവിക്കാൻ ശ്രമിച്ചെങ്കിലും വിശ്വ അതിൽ ദയനീയമായി പരാജയപ്പെട്ടു പോയിരുന്നു. നീ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിൽ അവൾ നിന്നെ വിളിക്കും. അവൾ വിളിച്ചിട്ട് നീ പോവുകയും ചെയ്യേണ്ടി വരും. അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഏറെക്കുറെ നിനക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയ വേവലാതിയൊന്നും വേണ്ട. വരാനുള്ള വഴിയിൽ തങ്ങിലെന്ന് കേട്ടിട്ടില്ലേ നീ? ഓട്ടോ പിടിച്ചിട്ടായാലും അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കും വിശ്വ, നമ്മുടെ ഈ വരവിനെ കുറിച്ച്. എനിക്ക് തോന്നും നമ്മുടെ ഈ കൂട്ടുകെട്ടും മലയുടെ അസുഖം പോലും നിന്റെ മിത്രയിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമായിട്ട് ദൈവം വളരെ മുന്നേ തന്നെ ഒരുക്കിയിട്ടൊരു പാലം പോലെ ആയിരുന്നു എന്ന്. വക്കീലിന് നമുക്ക് എത്ര നാളായിട്ട് പരിചയമുള്ള, എന്നിട്ടും മല്ലിക്ക് അങ്ങനെ ഒരു അത്യാവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് മിത്രയുടെ കാര്യം നമ്മളോട് പറഞ്ഞെല്ലാം ഒരു നിമിത്തമായി കൂടെ. നമ്മൾ ഇനി എത്രയൊക്കെ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും വരാനുള്ളത് വന്നിട്ട് പോകി പിന്നെ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ടുള്ള ആരോഗ്യം കൂടി കളയുന്ന വിഡ്ഢിത്തല വിശ്വ. താൻ പറയുന്ന ഒരു വാക്ക് പോലും വിശ്വക്ക് അല്പം പോലും ആശ്വാസം പകർന്നൊടുക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും മുരുകൻ തന്നെ ഉള്ളിൽ ആളിക്കത്തുന്ന അസ്വസ്ഥയുടെ തീയൊരൽപ്പണയാൻ വേണ്ടിയാണ് അവനോട് അത്രയും പറഞ്ഞു തന്നെ. എനിക്കറിയാടാ, ഒന്നും അറിയാതെയും ഓർക്കാതെയും ഒന്നുമില്ല ഞാൻ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്ന് ചാടിക്കൊടുത്തല്ലേ. പക്ഷേ മിത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, അവളെക്കുറിച്ച് അടുത്തറിഞ്ഞപ്പോൾ ഇത് അവൾ അർഹിക്കുന്നില്ല എന്നൊരു തോന്നല്. ഇതുപോലെ തെറ്റ് ഞാൻ അവളോട് ചെയ്യണ്ടായിരുന്നു എന്നൊരു തോന്നല്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ടെൻഷൻ. വിശ്വാസം നിസ്സാരമാക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഉള്ളിൽ അത് അങ്ങനെയല്ലെന്ന് ആ മുഖം കണ്ടാലേ അറിയാം. ഇന്ന് രാവിലെ അവൾ ഇങ്ങോട്ട് അയക്കാറുള്ളൂ, അല്ലെങ്കിൽ താൻ അങ്ങോട്ട് അയക്കാറുള്ള ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇല്ലാഞ്ഞിട്ട് പോലും തനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടെന്ന് അവൻ മുരുകനോട് പറഞ്ഞില്ല. അതായത് അവൾക്ക് തന്നോട് പറയാനുള്ള അതേ കാര്യം. അത് തനിക്ക് അവളോട് തോന്നുന്ന വികാരമാണെന്ന് വിശ്വ മനസ്സിൽ തന്നെ അടക്കി പിടിച്ചു. ഇന്നോളം ആരോടും തോന്നാത്ത ആ വികാരം അത് അവളോടാണ് തോന്നിയത്. കൂടെ നടക്കുന്ന ഏതോ നാളിൽ, അല്ലെങ്കിൽ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരു നാളിൽ അറിയാതെ തന്നെ ആ ഹൃദയത്തിലേക്ക് ഒരു അദൃശ്യമായ പാലം പണിതുപോലെ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ വിശ്വയുടെ ഫോൺ ബിൽ അടിച്ചു. മിത്രയാണെന്ന് കരുതി ഒരാളിലൂടെയാണ് അവനതിലേക്ക് നോക്കിയതെങ്കിലും അഖിലായിരുന്നു വിളിച്ച്. ഇതിനി എന്ത് വള്ളിക്കെട്ടാണാവോ? പിരിവിരുത്തുകൊണ്ടവൻ ഫോണിലേക്ക് തുറിച്ചു നോക്കി. എന്ത് വള്ളിക്കെട്ടാണെങ്കിലും എടുത്തു നോക്കിയാലടാ അതറിയാൻ പറ്റൂ, നീ എടുത്തു നോക്ക്. വിശ്വയുടെ അതേ ഭാഗത്തോടെ തന്നെ മുരുകനത് പറഞ്ഞപ്പോൾ അനിഷ്ടത്തോടെ തന്നെ വിശ്വ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. രക്തവർണ്ണം പാടില്ലാത്ത വിധം വിളറി വെളുത്ത എബിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതിരുന്നാൽ പിന്നെ അതോർത്ത് വേദനിച്ചിട്ട് കാര്യമില്ലെന്നും അവളെ തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എബി ഏറെ നേരം കഴിഞ്ഞിട്ടും തനിക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ മരവിപ്പോടെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്നവനെ മിത്ര വിളിച്ചു നോക്കി. ഞെട്ടിയതുപോലെ അവനവളെ പകച്ചു നോക്കി. എബി നീ ഓക്കെ അല്ലേ? ആൾ ഒരിക്കൽ കൂടി അവന്റെ കൈ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും എബി മനഃപൂർവ്വം കൈകളെ വലിച്ചു നീക്കിയത് മിത്ര ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴൊക്കെയും വല്ലാത്തൊരു ഹൃദയഭാരം അനുഭവപ്പെട്ടുവെങ്കിലും ഇതെല്ലാം താൻ അഭിമുഖീകരിച്ചേ തീരുവെന്ന് ആൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അബിയും ടീനേജ് അറിയുമ്പോൾ ഇതിനേക്കാൾ ഭീകരമായിരിക്കും തന്നോട് കാണിക്കുന്ന അവഗണന. നേരിട്ടേ പറ്റൂ. അതിനെ ഭയന്നുകൊണ്ട് സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാൻ ആൾ ഒരുക്കമല്ലായിരുന്നു. തനിക്ക് വേണ്ടി, അവന് വേണ്ടി.
തെറ്റായ ഒരു തീരുമാനം ജീവിതത്തിൽ ഉൾപ്പെടുത്തി അതിന്റെ പേരിൽ താനും അവനൊരു ആയുസ് മുഴുവൻ നീറാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കിയേ തനിക്ക് മുമ്പിൽ നിവൃത്തിയുള്ളൂ. അത് മിത്ര അവളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയബി. മിത്ര ആവശ്യപ്പെടുമ്പോൾ എബി അവളെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. നീ പറഞ്ഞു തീർത്ത പോലെ കൂളായി ആത്മവിശ്വാസത്തോടെ തൻ്റെ ഇടത്തോടെ ഇതിന് മറുപടി പറയണമെന്ന് എനിക്കുണ്ട് മിത്ര. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. അവൻ്റെ ഉള്ളിൽ എത്രമാത്രം തകർന്നു പോയെന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ള ആ വാക്കുകൾ. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ട് എബി? മിത്ര ശാന്തമായി അവനോട് ചോദിച്ചു. ഇല്ലെന്ന് അവൻ തലയാട്ടി കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് മിത്രയ്ക്ക് അപ്പോൾ തോന്നിയിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചുള്ള മിത്ര വന്ന് അതിൻ്റെ ഒരു മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് എബി എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും പിന്നെ അത് പാതിയിൽ വേണ്ടെന്ന് വെച്ച പോലെ ഫീലാണ് മിത്രയ്ക്ക് അവൻ പറഞ്ഞു കേട്ടപ്പോൾ തോന്നിയത്. ഇനിയും തുറന്നു പറയാതെ നിന്നൊരു വിട്ടിയാക്കാൻ വയ്യുന്നതുകൊണ്ടാണ് എബി ഞാൻ ഇപ്പോഴെങ്കിലും നിന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞ്. നീ എന്നോട് ആദ്യമായിട്ട് ഈ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നിന്നോട് എനിക്ക് നീ ഉദ്ദേശിച്ച പോലെ ഇഷ്ടം തോന്നുമെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ എപ്പോഴും എനിക്ക് തോന്നി എത്ര ശ്രമിച്ചാലും ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബ്രോ അതല്ലാത്തൊരു ഇഷ്ടം ഒരിക്കലും എനിക്ക് നിന്നോട് ഉണ്ടാവുകയില്ലെന്ന്. ആ തിരിച്ചറിവ് എനിക്ക് വന്ന മുതൽ നിന്നെ ഞാൻ പറഞ്ഞിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് വ്യക്തമായി തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എബി അപ്പോഴേക്കും നിരാശയോടെ അവനെ നോക്കി. ഏയ് സാരല്ല അവൻ പിറുവിറുക്കും പോലെ പറയുന്നുണ്ട്. അവൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇനിയും അവനോട് എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു മിത്രയും. എനിക്ക് നിന്നോട് എന്തും മറുപടി പറയണമെന്നറിയില്ല മിത്ര. എന്തായാലും നിനക്ക് എന്നെ ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി നീ ഇത്രയും ഉറപ്പിച്ചു പറയുമ്പോൾ ഇനിയും അതിൻ്റെ പേരിൽ നിന്നെ വേദനിപ്പിക്കാനും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിന്നോടുള്ള ഇഷ്ടത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് നിനക്ക് ഭയക്കേണ്ടി വരില്ല. ആരും നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അത്രേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. ചിരിച്ചുകൊണ്ട് പറയണമെന്നൊക്കെയാണ് എബിയുടെ മനസ്സിലെങ്കിലും അവനതിന് കഴിയുകയില്ലായിരുന്നു. എങ്കിലും ഇത്രയ്ക്ക് മുന്നിൽ കണ്ണു നിറയാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അബിയോടും ടീനയോടും എല്ലാം പറ്റും പോലൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിന്നെൻ്റെ പേരിൽ ടെൻഷനാക്കാതിരിക്കാൻ. അവരെ എന്ത് പറഞ്ഞിട്ട് അടക്കി നിർത്തുന്നത് സത്യമായിട്ട് എനിക്കറിയില്ല. എന്നോട് തന്നെ നമ്മൾ ഒരുമിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അവരുടെ ദേഷ്യം നിന്നിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. എബി അവളെ നോക്കി. ഞാൻ എൻ്റെ മനസ്സും അഭിപ്രായം നിനക്ക് മുന്നിൽ തുറന്നു പറയുന്നതിന് അവരെന്തിനാ എന്നോട് ദേഷ്യം കാണിക്കേണ്ടത്? എൻ്റെ അവസ്ഥയും എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കി എനിക്കിപ്പോൾ നിൽക്കില്ല അവർ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നാവിൻ തുമ്പത്ത് വന്നിട്ടും എബിയുടെ അപ്പോഴത്തെ അവസ്ഥ മാനിച്ചിട്ട് മിത്ര അത് അവനോട് ചോദിച്ചുമില്ല. നീ പറഞ്ഞ പോലെ തന്നെ നിർബന്ധിച്ചോ ആജ്ഞാപിച്ചോ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ലല്ലോ ഇഷ്ടം എന്നുള്ളത്. നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരാളോട് തോന്നേണ്ടല്ലേ അത്. നീ പറഞ്ഞ പോലെ നിനക്കാ ഇഷ്ടം എന്നോട് തോന്നിയിട്ടില്ല. എന്റെ നിർഭാഗ്യവശാൽ എനിക്കത് തോന്നുകയും ചെയ്തു. അത് നിന്റെ തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുകയില്ല. എബി വല്ലാതെ കിതക്കുന്നുണ്ട്. അവൻ വല്ലാത്ത ആത്മസംഘർഷത്തിലാണെന്ന് ആ വാക്കുകളുടെ ചൂട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിത്രയ്ക്ക്. ഒന്നും പറഞ്ഞില്ലെങ്കിലും മിത്ര അവന്റെ വാക്കുകളും ഭാവങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഒരു പരിധിവരെ തനിക്ക് മുമ്പിൽ ബോൾഡായിട്ടാണ് അവൻ പറയുന്നെങ്കിലും അവന്റെ ഉള്ളിൽ ദുർബലനായ ഒരു എബി ഉണ്ടെന്ന് അവൾക്ക് ആ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവുമായിരുന്നു. നീ പറഞ്ഞ അത്ര ലാഘവത്തോടെ ആ ഇഷ്ടം മറന്നുകളാൻ എനിക്ക് കഴിയില്ലെങ്കിലും ഇപ്പൊ മുതൽ ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി അങ്ങോട്ട് എനിക്ക് അവരെ പോലെ നിന്നെയും കാണാനുള്ള ശ്രമത്തിലാണ് ഞാനും. കുറച്ചു കാലം നിന്റെ മനസ്സിൽ എൻ്റെ സ്വന്തമായിട്ട് കൊണ്ടുനടന്നുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും എനിക്കതിന് സാധിച്ചൊന്നുമില്ല. എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കൂ. അവൻ തന്നെ വെല്ലുവിളിക്കുകയാണോ എന്ന് പോലും മിത്രയ്ക്ക് തോന്നി അവന്റെ ഭാവം കണ്ടപ്പോൾ. ഉള്ളിലെ വികാരക്ഷോഭം കൊണ്ട് അവൻ എന്തെങ്കിലും വിളിച്ചു പറയുകയാണെങ്കിൽ കൂടി അതെല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സോടെയാണ് മിത്ര അവന്റെ മുന്നിലിരിക്കുന്നത്. ആൾക്കറിയാം താൻ അവൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന്. ആ അറിവുകൾ കൊണ്ട് മാത്രം തനിക്ക് അവനോട് തിരിച്ചു ആ ഇഷ്ടം ഉണ്ടാവണമെന്നില്ലല്ലോ. തന്റെ ഉള്ളിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞുവെന്നും എബി അത് അംഗീകരിക്കുന്നു എല്ലാമുള്ള ആ തോന്നൽ അവൾക്കപ്പോഴൊരു ആശ്വാസം തന്നെയായിരുന്നു. നീ പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്തൊരു ജീവിതം ഒരു ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കുക എന്നുള്ള ദൗർഭാഗ്യം നിനക്ക് ഞാനായിട്ടുണ്ടാക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല മിത്ര. മറക്കാൻ ഒരുങ്ങിയാണ് ഞാൻ. നീയും ഞാനായിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അതിൽ നിന്നെല്ലാം തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയാണ് ഞാൻ ഇനി മുതൽ. ഇതെല്ലാം തുറന്നു പറയുന്നതുകൊണ്ട് നീ ഒന്നും വിചാരിക്കരുത്. ഇനിയൊരു പക്ഷേ ഇത്രയും ഫ്രീ ആയിട്ട് എനിക്കൊന്നും നിനക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പോലും അറിയില്ല. എബി ചിരിയോടെ അവളെ നോക്കി. എന്തുകൊണ്ട് കഴിയില്ല അബി? പ്രണയത്തോളം അല്ലെങ്കിൽ പ്രണയത്തിനേക്കാൾ ഭംഗിയുണ്ടാവും പലപ്പോഴും സൗഹൃദത്തിന്. ഒരു സുഹൃത്തായി പോലും എന്നെ നീ പരിഗണിക്കില്ലെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? മിത്ര അവനോട് ചോദിച്ചു. അതല്ല മിത്ര ഞാൻ ഉദ്ദേശിച്ചത്. എബി വെപ്രാളത്തോടെ അവളെ നോക്കി. നിനക്ക് ഞാൻ അന്നും ഇന്നും എന്നും സൗഹൃദമാണെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് നിനക്കെന്നോട് ഫ്രീ ആയിട്ട് തന്നെ ഇടപെടാൻ കഴിയായിരിക്കും. പക്ഷെ കുറച്ചാലെങ്കിലും നീ എൻ്റെ സൗഹൃദത്തിനപ്പുറം എൻ്റെ പ്രണയിനി മാത്രമായിരുന്നു. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഞാൻ അത്ര പെട്ടെന്നൊന്നും ആ സൗഹൃദത്തിലേക്ക് തിരികെത്തണമെന്നില്ല. ആ സൗഹൃദത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ തിരികെത്താനുള്ള ഒരു സമയം എനിക്ക് വേണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എബി പറഞ്ഞപ്പോഴും മിത്ര ദീർഘനിശ്വാസത്തോടെ അവനെ നോക്കി. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് എബി? മിത്ര ശാന്തമായി അവനോട് ചോദിച്ചു. ഏയ് ഇല്ല. വെറുപ്പുണ്ടോ?
ഇല്ല എന്നൊക്കെയായിരുന്നു അവന്റെ ഉത്തരമെങ്കിലും ആൾക്കുള്ളിൽ വല്ലാത്തൊരു ചോദ്യമുണ്ടായിരുന്നു. അവന്റെ ആ ഭാവത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആരെയും പോലെയായിരുന്നില്ല എബി. അവനൊരു ഒതുങ്ങിയ പ്രകൃതക്കാരനാണ്. പെട്ടെന്നൊന്നും ആരോടും ദേഷ്യം വരാതെ പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്ന, ശാന്തമായി സംസാരിക്കുന്ന ഒരുവൻ. അങ്ങനെയുള്ള ഒരാളുടെ ഭാഗങ്ങളിൽ നിന്നും ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കിയെന്ന് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. എനിക്ക് യാതൊരു ദേഷ്യവും ലഭി നിന്നോട്. നീയോ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ കരുതാൻ എനിക്ക് കഴിയില്ല. അന്നും ഇന്നും മുന്നേ പറഞ്ഞ പോലെ തന്നെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. മിത്ര ഒരിക്കൽ കൂടി അവനോട് പറയുമ്പോൾ തെളിച്ചമില്ലാത്തൊരു ചിരിയുണ്ടായിരുന്ന എബിയുടെ മുഖം നിറയെ. പിന്നെ എന്ത് പറയണമെന്നറിയാത്തൊരു മൗനത്തിലായിരുന്നു രണ്ടുപേരും. എബിക്ക് മുന്നിൽ വെച്ച കോഫി ആറി തണുക്കുകയും മിത്രയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ജ്യൂസിന്റെ തണുപ്പ് പോവുകയും ചെയ്തു. കുടിക്കാൻ വേറെ കോഫി ഓർഡർ ചെയ്താലോ? ഒടുവിൽ മിത്ര തന്നെയാണ് ആ മൗനം ഉടച്ചത്. എനിക്ക് വേണമെന്നില്ല. മുന്നിരിക്കുന്ന കോഫിയേക്കാൾ തണുത്തു വിറച്ച അവന്റെ ശബ്ദം. കടുത്ത നിരാശയിലേക്കുള്ള യാത്രയിലാണ് അവനെന്ന് പോലും മിത്ര ആശങ്കപ്പെട്ടു. എങ്കിൽ പോയാലോ? ഇനിയും കൂടുതൽ സംസാരിച്ചാലും അതവനെ കൂടുതൽ മുറിപ്പെടുത്തുകയുള്ളൂ എന്ന ചിന്തയിൽ ആൾക്ക് യാത്ര പറഞ്ഞ് പിരിയാനായിരുന്നു പിന്നെ തോന്നിയത്. ഇപ്പോഴുള്ള ഈ ഷോക്ക്, ഇതെല്ലാം മാറും. എല്ലാം കഴിഞ്ഞ് അവൻ ശാന്തമായി ആലോചിക്കുമ്പോൾ തന്നെയും തന്റെ വാക്കുകളെയും മനസ്സിലാക്കുമെന്ന് അവൾ അപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പ്രതീക്ഷിക്കാതെ എബി അവളെ നോക്കി. ആ ചോദിക്ക എബി. നിനക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിട്ടാണോ ഇപ്പൊ ഇത്ര പെട്ടെന്ന് നിന്നോട് ഇത് വന്ന് പറഞ്ഞ്? എബി കുറച്ച് അസ്വസ്ഥതയോടെയാണ് ചോദ്യം ചോദിച്ചെന്ന് മിത്രയ്ക്ക് തോന്നി. ഇത്ര പെട്ടെന്നല്ല, എത്രയോ പ്രാവശ്യം നിന്നോട് ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് മനസ്സിലാക്കിയാൻ തരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മിത്രയ്ക്ക് അവനോട് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ തോന്നി ഇപ്പോഴുള്ള ചോദ്യത്തിന് അവനൊരു മറുപടി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഒരുപക്ഷെ തന്നെ ആ മറുപടി അവനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്നൊരു തോന്നൽ അവൾക്കുണ്ടായിരുന്നു. ഉണ്ടോ മിത്ര? തുറന്നു പറഞ്ഞോ. എന്തിനു ഭയക്കുന്നു? എന്തായാലും നീ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാന്നല്ലേ? ഇനി എന്നോട് പറയില്ലെന്ന് വാശിയുണ്ടെങ്കിൽ അതും പറഞ്ഞോ. എനിക്ക് അറിയാനൊരാഗ്രഹം. അങ്ങനെ ഒരാളോട് ഇഷ്ടമുണ്ടായതുകൊണ്ടാണോ നീ എൻ്റെ ഇഷ്ടം സ്വീകരിക്കാത്തതെന്ന്. ഉത്തരം കിട്ടിയേ തീരുവെന്നൊരു വാശി പോലെ എബി അവളെ നോക്കുന്നുണ്ടായിരുന്നപ്പോൾ. യെസ്, എനിക്കൊരാളോട് ഇഷ്ടമുണ്ട്. എബിയുടെ കണ്ണിലേക്ക് നോക്കി ഉറപ്പോടെ മിത്ര അത് പറയുമ്പോൾ വേദന നിറഞ്ഞൊരു ചിരിയായിരുന്നു അവന്റെ മുഖം നിറയെ. ആരാണ് മിത്ര ആ ഭാഗ്യവാൻ? അത് ചോദിക്കുമ്പോൾ അവന്റെ സ്വരമിടറിയെന്ന് മനസ്സിലായിട്ടും മിത്ര അത് അറിഞ്ഞതായി ബാധിച്ചില്ല. അത് ആ ഇഷ്ടം ഞാൻ ആളെ പോലും അറിയിച്ചിട്ടില്ല എബി. മിത്ര ശാന്തമായി പറഞ്ഞു. ഓ, അപ്പോൾ വൺ സൈഡ് പ്രണയാണല്ലേ? എബി ചോദിക്കുമ്പോൾ മിത്ര അതേന്ന് തലയാട്ടി കാണിച്ചു. എത്രയും പെട്ടെന്ന് ആളോട് തുറന്നു പറയണം നിന്റെ ഇഷ്ടം. ആൾക്കും ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒട്ടും താമസിക്കരുത്. സ്വന്തമാക്കാൻ ശ്രമിക്കണം പരസ്പരം. അതല്ല നിന്നോട് ഇഷ്ടമല്ലെന്ന് നീ ഇഷ്ടപ്പെടുന്ന ആൾ ആദ്യം തന്നെ പറഞ്ഞാൽ പിന്നെ ആ ഇഷ്ടം തോന്നുവരെയും കാത്തിരിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. തിരിച്ചടന്നേക്കണം. കാത്തിരിപ്പ് ചിലപ്പോൾ വേദന നൽകിയേക്കും. തിരിച്ചടക്കുമ്പോൾ ചെറുതായിട്ട് വേദനിക്കും. പക്ഷേ സമയം വൈകുമ്പോൾ, പ്രതീക്ഷകളുടെ ഭാരം കൂടുമ്പോൾ പിന്നെ ചിലപ്പോൾ പ്രണയത്തിന് വല്ലാത്ത വേദനയാ. അത്രയും പറഞ്ഞ യാത്ര പോലും പറയാൻ നിൽക്കാതെ അവൻ എഴുന്നേറ്റ് പോകുന്ന നോക്കി മിത്ര അതേ ഇരിപ്പ് തുടർന്നു. നിങ്ങൾ തന്ന കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് ഇത് എന്താവശ്യം വിളിച്ചു പറയാവുന്ന എഗ്രിമെന്റ് ഒന്നും ഞാൻ നിനക്ക് ഒപ്പിട്ട് തന്നിട്ടില്ല. അത് നീ നിന്റെ ടീം മറക്കണ്ടായില്ലേ? വിശയുടെ സ്വരം വല്ലാതെ വരിഞ്ഞു മുറുകിയിരുന്നത് അവനോട് പറയുമ്പോൾ. പിന്നെ മിത്ര നീ പറഞ്ഞ പോലെ അഴിഞ്ഞാണ പോയതൊന്നുമില്ല. അവിടെ കൂടെയുള്ള അവിടെ കസിന. നീ നിന്റെ വൃത്തിയായിട്ട കണ്ണുകൊണ്ട് നോക്കിയിട്ടാ വൃത്തിയേടായിട്ട് തോന്നുന്നു. ദേഷ്യം കൊണ്ട് അവന്റെ മുഖം ചുവന്ന് പോയിട്ടുണ്ട്. മുരുകൻ അവന് ടെൻഷനോടെ നോക്കി നിൽക്കുകയാണ്. നീ കാശ് മേടിച്ചുകൊണ്ട് നിനക്ക് ഇക്കാര്യത്തിലൊന്നും വലിയ ഉത്സാഹമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല വിശ്വ. പക്ഷെ ഞങ്ങളുടെ കാര്യം ഇങ്ങനെയല്ല. ഞങ്ങൾക്ക് അവളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിട്ടില്ല. മറുപടി പറയുന്ന അഖിലിനും വല്ലാത്തൊരു ഉറപ്പും ദേഷ്യവും ഉള്ള പോലെ. എന്റെ ആവശ്യം കഴിഞ്ഞില്ലേ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നോട് ഏൽപ്പിച്ച ജോലി നല്ല വൃത്തിക്കും മര്യാദക്കും ഞാൻ ചെയ്തിരിക്കുന്നത് എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ. നിങ്ങൾക്കത് വിശ്വാസമില്ലാത്ത എന്റെ കുറ്റമല്ല. പിന്നെ അവൾക്കൊപ്പം ഉള്ളത് അവിടെ കസിന. അവനെ കാണാൻ പോകുന്ന എന്നോട് പറഞ്ഞിട്ടാണ് മിത്ര പോയിട്ടുള്ളത്. നിങ്ങളുമായിട്ട് ഒരു എഗ്രിമെന്റ് അതെനിക്കാണുള്ളത്, മിത്രക്കല്ല. അവളുടെ അഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും ഒന്നും വിലയിടാൻ നിങ്ങൾ ആളായിട്ടുമില്ല. അരികിലുണ്ടായിരുന്നെങ്കിൽ വിശ്വാക്കിലിനെ തീർച്ചയായിട്ടും തല്ലുമെന്ന് പോലും മുരുകനും തോന്നിയിരുന്നു അവന്റെ ദേഷ്യം കണ്ടപ്പോൾ. അതിനൊപ്പം തന്നെ മിത്രയുടെ ചെറിയൊരു മൂവ്മെന്റ് പോലും അഖിലും അവന്റെ കൂട്ടുകാരൻ നോട്ട് ചെയ്യുന്നുണ്ട് കൂടി മുരുകൻ ഉറപ്പായി. മിത്ര ആരെയോ കാണാൻ പോയിട്ടുണ്ടെന്നും അവനുമായി സംസാരിച്ചിരിക്കുകയാണെന്നെല്ലാം പറയാനാണ് അഖിൽ വിശ്വയെ വിളിച്ചത്. അവളെ ഏതോരത്തിനുമായിട്ട് അഴിഞ്ഞാടുകയാണെന്നും വിശ്വ അവനെ ഏൽപ്പിച്ച ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ അഖിൽ വിളിച്ചു പറയുന്നുണ്ട്. ആദ്യമൊക്കെ ദേഷ്യമുണ്ടെങ്കിലും സമാധാനത്തിൽ അതിനെക്കുറിച്ച് അഖിലിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന വിശ്വ പിന്നെ അങ്ങോട്ട് അഖിലിന്റെ ഭാഷയിലെ കാഠിന്യം മനസ്സിലാക്കി. മിത്രയ്ക്കെതിരെ അവൻ അനാവശ്യമായി വിളിച്ചു പറയാൻ തുടങ്ങിയോടെ വിശ്വയുടെ നിയന്ത്രണം നഷ്ടമായിരുന്നു. നിന്നെയൊക്കെ വിശ്വസിക്കുന്ന ഒന്നും നടക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ അവളുടെ കാര്യങ്ങളിൽ ഞങ്ങളും കൂടെ ഇറങ്ങി പുറപ്പെട്ടു. അതുകൊണ്ട് എന്തായി? അന്ന് ചെറിയൊരു തട്ടുകൊടുത്ത് അവളുടെ സ്കൂട്ടി മറിച്ചിട്ട് പോയതുകൊണ്ട് നീ ഇങ്ങനെ ഇരുന്ന് വീമ്പടിക്കുന്നു. നീ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ട് അവള് നിന്റെ വീട്ടിലേക്ക് വരെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ലേ? നീ ഒറ്റയ്ക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ അതുപോലെ നടക്കുമായിരുന്നോ?
അതെല്ലാം ഞങ്ങൾ പിന്നിൽ നിന്ന് കളിച്ചോണ്ടാ. എന്നിട്ടും നീ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചും അതിന്റെ വലിപ്പത്തെ കുറിച്ചും ഞങ്ങളോട് പറഞ്ഞ് വിരട്ടല് വിശ്വാ. അതൊന്നും ഇനി ഏൽക്കണമെന്നില്ല. അതുവരെയും തന്നോട് സംസാരിച്ചിരുന്ന ആളിൽ ഇപ്പോൾ തന്നോട് സംസാരിച്ചാകില്ലെന്ന് വിശ്വക്ക് ആ നിമിഷം മുതൽ തോന്നുന്നുണ്ടായിരുന്നു. അലോഷിയേക്കാൾ അപകടം പിടിച്ച ഒരുവനായിരുന്നു അന്നവൻ. അതിനേക്കാൾ അവൻ ഞെട്ടിത്തരിച്ചും പകച്ചുപോയതും മിത്രയുടെ അപകടം. അവളോട് താൻ ഒരുപാട് പ്രാവശ്യം കളിയാക്കി പറഞ്ഞ അപകടം, അതുപോലും അഖിൽ പിന്നിൽ നിന്ന് ചെയ്യിപ്പിച്ചതിൽ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണെന്നുള്ള വെളിപ്പെടുത്തൽ, അവളുടെ ജീവന് പോലും യാതൊരു വിലയും കൊടുക്കാത്ത അവരുടെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ ഭയങ്കരമായി താൻ എതിർത്തതാണ്. എന്നിട്ട് അവർക്കതിൽ യാതൊരു മാറ്റവുമില്ല. വീണ്ടും അതേപോലെ ഒരു മൂവ്മെന്റിലൂടെ അവൾക്കൊരു അപകടം കൂടി ഉണ്ടാക്കിയിരിക്കുന്നു. മിത്രയ്ക്കോ തനിക്കോ അല്പം പോലും സംശയം തോന്നാത്ത വിധം അവരവരുടെ ഭാഗം ചെയ്ത് തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം കാര്യം നടന്നു കാണണമെന്നതിനപ്പുറം മിത്ര എന്ന വ്യക്തിയുടെ ജീവന് യാതൊരു വില അവർ കൽപ്പിക്കുന്നില്ലെന്ന് കൂടി വിശ്വക്ക് മനസ്സിലായതോടെ അവന്റെ നട്ടിലിൽ കൂടിയൊരു തരിപ്പ് പാഞ്ഞുയർന്നു. അവളെ ഓർത്തുകൊണ്ട് ആ നിമിഷം അവന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ നേരായി അവൾ അവനെ കാണാൻ വന്നിട്ട് വളരെ കാര്യമായിട്ട് അവരെന്തോ സംസാരിക്കുന്നുണ്ട്. മിത്ര പോകുന്ന കാര്യം അറിഞ്ഞിട്ടും നീ അവളവനെ കാണാൻ വിട്ട് എന്തിനാ പോവരുത് നിനക്ക് പറയായിരുന്നില്ലേ? അപ്പോഴും മിത്രേബിയെ കാണാൻ പോയതിന് വിഷയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അഖിൽ. അവളുടെ കസിനെ കാണാൻ പോയെന്ന് പറയുന്നതിൽ തടയാൻ എനിക്കെന്താ അവകാശം? നീ അതൊന്നു പറഞ്ഞ. തനിക്ക് പോലും മനസ്സിലാവാത്ത അവകാശത്തെക്കുറിച്ച് വിശ്വ അഖിലിനോട് തുറന്നു ചോദിച്ചു. അത് തന്നെയാണ് ഞാനിപ്പോ നിന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു അവകാശത്തിനും നീ അർഹനല്ല. 2 മാസം കഴിയാറായി അവൾക്ക് പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കുറേയേറെ അവസരങ്ങൾ നിനക്കായിട്ട് ഞങ്ങളും തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു നിസ്സാര കാര്യം പോലും അവളോട് ആവശ്യപ്പെടാൻ നിനക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് തന്ന 5 ലക്ഷം രൂപ നഷ്ടത്തിന്റെ കണക്കിലെഴുതി വിട്ട് ഇനിയും നിന്നെ തീറ്റിപ്പോറ്റാ പറഞ്ഞുവിടും തന്നെയാ ഞങ്ങൾ ആലോചിക്കുന്നത്. അഖിൽ ഒട്ടും അയവില്ല പറഞ്ഞു. അങ്ങനെ ഒരു ആലോചന നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? നിങ്ങളുടെ കാശ് എന്തായാലും വെറുതെ പോയെന്ന സങ്കടമൊന്നും വേണ്ട. എന്നാലും എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനത് തിരികെ തന്നിരിക്കും. എന്നാലെങ്കിലും എന്നെ നീ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു വിശ്വയുടെ വാക്കുകളിൽ. ഓഹോ, അപ്പൊ ഞങ്ങൾ ഊഹിച്ച പോലെ ഇതിന്നൊക്കെ രക്ഷപ്പെട്ടു പോകണം തന്നെയാണ് തന്റെ മനസ്സിലും അല്ലേ? എങ്കിൽ കേട്ടോ, അത്ര പെട്ടെന്നൊന്നും ഈസി ആയിട്ട് നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനാവില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തെന്നിട്ട് അന്തസ്സായി പോവാ. അതും അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഇടഞ്ഞു പോകുമ്പോ അതിന്റെ പ്രത്യാഘാതം നേടാൻ നീ ഒരുക്കമായിരിക്കുക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ നിനക്ക് മുന്നിൽ ഇനിയുള്ളൂ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.